നമുക്ക് നോക്കാം. So let's watch today's designer world. ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു കുന്തൻ മാലയാണ്. ഇതുപോലെ നമുക്ക് പല കളറിൽ ഇപ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഇപ്പോൾ ലാച്ചൊക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ളൊരു ജ്വല്ലറിയാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ ജ്വല്ലറി മേക്കിംഗ് നീഡിൽ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ വാങ്ങണതിന് ജ്വല്ലറി മേക്കിംഗ് നീഡിൽ നമ്പർ 12 ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്പർ 12. പിന്നെ ജ്വല്ലറി മേക്കിംഗ് ത്രെഡ്, ഇത് നൈലോൺ ത്രെഡ് ആണ്. ഇത് 1/2 ആണ് ഇതിന്റെ നമ്പർ. 1/2 തന്നെ ആയിരിക്കും നല്ലത്. ചിലപ്പോൾ 1/3 കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും 1/2 കിട്ടിയാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇതിന് ഗ്ലൂ വേണം. ഇതിപ്പോൾ സ്റ്റിക്ക് ഫാസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് പകരം ക്വിക്ക് ഫിക്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല. ഫെവിക്കോൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് മണിയാണ്, നമ്പർ 3 ആണ് ഈ മാലയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പല നമ്പറുകളിലും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 0, നമ്പർ 5. ഇപ്പം നമ്പർ 3 ആണ് ഈ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുന്തനാണ്. ഈ കുന്തന് നമുക്ക് പല ഷേപ്പിൽ, പാൻ ഷേപ്പ്, റൗണ്ട്, 4 ഹോൾ, 2 ഹോൾ, അങ്ങനെ പല ഷേപ്പുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പല കളറിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഗുങ്കുരു ആവശ്യമാണ് ഇതിന്. ഇത് ഗുങ്കുരു ആണ്. ഇത് നമുക്ക് പല കളർ, നമുക്ക് ഇഷ്ടമുള്ള കളറുകളിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചേടാപ്പട്ടി. ഇന്ന് ചേടാപ്പട്ടി എന്നതിന്റെ പടിയാണിത്, ബാക്കിൽ വെക്കാനുള്ള പടിയാണിത്. ഇത് സ്പ്രിങ്. പിന്നെ നമുക്ക് വേണ്ടത് ഗോണ്ടയാണ്. ഇപ്പൊ ഇത് മാലയുടെ ബാക്കിൽ പിടിപ്പിക്കുന്ന ചരടാണ്, ഇതിന് ഗോണ്ട എന്ന് പറയും. ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് ചേടാപ്പട്ടി എടുത്ത് ഇതിന് 4 ഹോൾ ഉണ്ട്. ഇപ്പൊ ഇത് 4 ഹോൾ, 3 ഹോൾ, 2 ഹോൾ, അങ്ങനെ നമുക്ക് ചേടാപ്പട്ടികൾ കിട്ടുന്നുണ്ട്. ഇത് 4 ഹോൾ ചേടാപ്പട്ടിയാണ്. ഇപ്പൊ നമ്മൾ മുകളിലത്തെ 2 ഹോളിൽ കൂടി ഓരോ സൂചി, മുകളിലുള്ള 2 ഹോളിലും ഓരോ സൂചി വെച്ച് കയറ്റിയെടുത്തു. തിരിച്ച് ഫ്രണ്ടിലോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കിൽ അപ്പം തന്നെ കുറച്ച് ഗ്ലൂ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകും, പൊട്ടിപ്പോവില്ല. എന്തോരം വലിച്ചാലും പൊട്ടിപ്പോവില്ല, പക്ഷെ അഴിഞ്ഞു പോകും. ഈ ഗ്ലൂ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് അഴിയില്ല. നമ്പർ 3 മണിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. അത് ഓരോ സൂചിയിലും ഓരോന്ന് വെച്ച് കയറ്റണം. ഇപ്പം ഈ സൂചിയിൽ ഒന്ന് കയറ്റി, ഈ സൂചിയിലും ഒന്ന് കയറ്റിയിട്ടുണ്ട്. ഇപ്പം 2 സൂചിയിലും ഓരോ മണി വീതം കയറ്റി വെച്ചിട്ട് പിന്നെ അപ്പർ ത്രെഡിൽ നമ്മൾ ഒരു മണിയും കൂടെ കയറ്റുന്നുണ്ട്. ലോവർ ത്രെഡിൽ ഒരു കുന്തം കയറ്റും. ഇനി നമ്മൾ ഈ ലോവർ ത്രെഡ് അപ്പർ ത്രെഡിലായിട്ട്, അപ്പർ ത്രെഡിലെ മണിയിലോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ എടുക്കുന്നു. ഈ ഒരു സ്റ്റെപ്പേ ഉള്ളൂ ഇതിന്. ഇത് തന്നെ നമ്മൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അതിപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 30 കുന്തനൊക്കെ മതിയാവും. സാധാരണ ഒരളവാണെങ്കിൽ 40 കുന്തനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഹോൾ കുന്തനാണിത്. ഇതിന് 2 സൈഡിലും ഹോൾ ഉണ്ടാവും. അപ്പോൾ 2 സൈഡിലും ഹോൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇതിന് 2 ഹോളും ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഹോളിൽ കയറ്റിയിട്ട് മറ്റേ ഹോളിൽ ഹോളില്ലാന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് മറ്റേതിൽ ഹോളില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹോൾ 2 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവൂ. ഇപ്പം ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് ഒത്തിരി നേരം എടുക്കും, നമുക്കത് മുഴുവൻ ചെയ്യാം. അപ്പം ഞാനിത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തുടങ്ങിയത് 2 മണി ആദ്യം കോർത്തിട്ടാണ്. അതുപോലെ തന്നെ 2 മണി നമ്മളെപ്പോഴും തുടങ്ങുന്ന അതുപോലെ തന്നെ അവസാനം ചെയ്യണം. തിരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ തുടങ്ങിയ പോലെ തന്നെ വന്ന് നിൽക്കണം. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇപ്പം ഇത് ഇങ്ങനെ തന്നെ ഇടാന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ നമുക്ക് കുന്തമാല ഇത് ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇടാം. നല്ല രസമായിരിക്കും. സിമ്പിളായിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇടാം. ഇനി അതെല്ലാം നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ഒരു സൂചി ഇതുപോലെ തന്നെ എടുത്ത്
നമ്മൾ അവിടെ ഒരു പെർമനന്റ് ആയിട്ട് ഒരു നോട്ട് ഇട്ടു. അപ്പൊ നമുക്ക് ഒരു സൂചി മതി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഒരു സൂചി നൂല് പുറത്തെടുത്താൽ മതി. എന്നിട്ട് ഇപ്പൊ ഇതിന് നമുക്ക് 4 ഹോൾ ഉണ്ട്. ഈ 4 ഹോളിൽ നമ്മൾ മൂന്നാമത്തെ ഹോള് വെറുതെ വിട്ടിരിക്കുകയാണ്. 4ാമത്തെ ഹോളിലോട്ട് ഈ സൂചി കയറ്റണം. 3ാമത്തെ ഹോളിലൊന്നും ചെയ്യേണ്ട, അത് വിട്ടിരിക്കുക. ഇപ്പൊ 4ാമത്തെ ഹോളിലോട്ട് സൂചി കയറ്റി ഇങ്ങനെ എടുത്ത് ഈ ഗുങ്കുരു നമുക്ക് സെയിം കളറിൽ ഗുങ്കുരു ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പൊ ഡ്രസ്സിന് മാച്ച് ചെയ്ത് 2 കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കളർ എടുക്കാം. ഇതാണ് ഗുങ്കുരു. ഗുങ്കുരു നമ്മൾ എടുത്തിട്ട് ഇപ്പൊ ഗുങ്കുരു നമ്മൾ എണ്ണി തന്നെയാണ് കയറ്റുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ നമ്പർ തന്നെ ആയിരിക്കണം അവസാനം വരെ നമ്മൾ ഇടേണ്ടത്. അതല്ലാന്ന് വെച്ചാൽ അത് ഭംഗി കുറവുണ്ടാവും, കുറച്ച് കൂടുതൽ കുറച്ച് കുറവ് അത് അറിയാൻ പറ്റും ശരിക്കും. അപ്പൊ നമ്മൾ എണ്ണി തന്നെ ഇടണം. അപ്പൊ ഇതില് ഒരു 12 എണ്ണാണ് സാധാരണ കയറ്റുന്നത്. അതിപ്പം 10 ആയാലും കുഴപ്പമില്ല, തീരെ കുറഞ്ഞ ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ 2 ഹോൾ കുന്തനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ കുന്തന്റെ അടിയിൽ ഹോൾ ഉണ്ട്. അപ്പൊ ആ കുന്തന്റെ ഹോളിലോട്ട് ഇത് കയറ്റണം. സൂചി കയറ്റി എടുത്ത് ആ കുന്തന്റെ ഹോളിൽ കൂടെ സൂചി കയറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ഗുങ്കുരു കയറ്റി പിന്നെ നമ്മൾ ഇതിങ്ങനെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. ഇപ്പൊ ഇത് സെക്കൻഡ് സ്റ്റെപ്പ് എളുപ്പമാണ്, ആദ്യത്തെ എളുപ്പമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു മെത്തേഡ് ഉള്ളതിൽ അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കാണെങ്കിൽ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കളറിലുള്ള സാധനങ്ങൾ ഇപ്പൊ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ലേഡീസ് സ്റ്റോറുകളിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ വാങ്ങി നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ അതിന് മാച്ച് ചെയ്ത് നമുക്ക് തന്നെ ചെയ്ത് ഇട്ടിട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പൊ ചെറിയൊരു പീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കോണ്ടാക്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മുഴുവനായിട്ട് ചെയ്ത് മലയം കാണിച്ചു തരാം. ഇതാ ഇതിപ്പോ വൈറ്റ് കുന്തനാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അടിയിൽ മുഴുവനും ഗോൾഡൻ ഗുങ്കുരു മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ വൈറ്റിന് മാച്ച് ചെയ്ത് ഇപ്പൊ ഇങ്ങനത്തെ ഇതാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. അതിലാച്ചപ്പോ നമുക്ക് ഒത്തിരി കളറുകൾ കിട്ടുന്നുണ്ട്. കുന്തനും കിട്ടുന്നുണ്ട്, ഗുങ്കുരു കിട്ടുന്നുണ്ട്, ക്രിസ്റ്റൽ കിട്ടുന്നുണ്ട്, ഒത്തിരി കളേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡ്രസ്സിന് ഇഷ്ടമുള്ള കളർ മാച്ച് ചെയ്യുന്ന കളർ നോക്കി എടുക്കാം. ക്രിസ്റ്റൽ ഇതിപ്പോ മണിയിട്ട് ക്രോസ് ചെയ്യുന്നതിന് പകരം ക്രിസ്റ്റലാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ പച്ച കളർ ഇട്ടിരിക്കുന്നത് ക്രിസ്റ്റലായിട്ടിരിക്കുന്നത് കുന്തൻ പാൻ കുന്തനാണ്. നമ്മൾ റൗണ്ട് കുന്തനാണ് നേരത്തെ എടുത്തത്. ഇത് പാൻ ഷേപ്പിലുള്ള കുന്തനാണ്. ഗുങ്കുരു ഇട്ടിട്ടുണ്ട്, സെയിം കളറാണ്.